അപ്പം നമ്മൾ ഇപ്പം ഏകദേശം സമയം 6:20 അപ്പം നമുക്ക് വേഗം റെഡിയാവാം. എന്താ പറയുക, വേഗം സമയം പോകും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങണം. സോ അതാണ്. അപ്പോൾ നമുക്ക് വേഗം റെഡിയാവാൻ നോക്കാം. എന്താ വാഷ് ചെയ്തിട്ട് ഞാൻ ടെറസിലിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഉണങ്ങാൻ വേണ്ടി ഇന്നലെ രാത്രി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഫാൻ്റെ അടിയിൽ ഉണങ്ങില്ല, അതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാനിനി യൂണിഫോമിലേക്ക് മാറാൻ പോവാണ്. എന്നിട്ടാണ് റെഡി ആവാൻ പോകുന്നത്. സോ നമുക്ക് യൂണിഫോം ഇടാം. ഒരു ബ്ലൂ ഷെയ്ഡാണ് എൻ്റെ യൂണിഫോം. ഞാൻ ഓൾറെഡി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളതിൽ കണ്ടിട്ടുണ്ടാവും. സോ നമുക്ക് വേഗം റെഡി ആവാം. എൻ്റെ സൗണ്ട് ഈച്ച് വേർഡായതുകൊണ്ടാട്ടോ ഇങ്ങനത്തെ ഒരുമാതിരി സൗണ്ട് ഉണ്ട്. അപ്പോൾ ഇടുന്നതിൻ്റെ മുന്നേ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തിട്ട് വേണം അത് നമുക്കിടാം. എൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. സോ അതുകൊണ്ട് ഞാൻ മേക്കപ്പ് ഒക്കെ ഇതിലാണ് വെച്ചിട്ടുള്ളത്.
സോ ഇതാണ് എൻ്റെ ബാഗ്. ഇതാണ് ഞാൻ ലാബിൽ കൊണ്ടുപോകുന്ന ബാഗ്. അപ്പോൾ ഇതിൽ സാധനങ്ങളൊക്കെ ഇനി വെക്കാനുണ്ട്. വെള്ളം, ഫുഡ് ഒക്കെ ഇതിൽ വെക്കണം. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പിന്നെ നമുക്ക് പോകണം. അതാണ് നമ്മുടെ പരിപാടി. സോ നമുക്ക് വേഗം നോക്കാം. സോ നമ്മൾ ഇന്ന് വർക്ക് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് 2 പേര് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമ്മളിന്ന് ഒരു 3 മണി 3:30 ആകുമ്പം എൻ്റെ വീട്ടിലേക്ക് പോവാണ്. സോ ഇന്ന് അവിടെയാണ് സ്റ്റേ ചെയ്യുന്നിട്ട് നമ്മൾ നാളെ ആണ് തിരിച്ചു വരുള്ളൂ. സോ നാളെ ഒരു ഫംഗ്ഷനും ഉണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിൽ പോയിട്ട് 1.5 മാസമൊക്കെ ആയി തോന്നുന്നു. സോ എനിക്ക് എല്ലാവരും ഒന്ന് കാണാൻ വേണം. അപ്പോൾ നമ്മൾ പോവാണ്. സോ ഇന്ന് ഞാൻ സ്റ്റേ ചെയ്യാൻ പോകുന്നത് എൻ്റെ അമ്മമ്മേൻ്റെ വീട്ടിലാണ്. അപ്പോൾ അതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ പാക്കിങ് കഴിഞ്ഞു. ജസ്റ്റ് നാളത്തേക്കുള്ള ഡ്രസ്സും ഇന്നത്തേക്കുള്ള ഡ്രസ്സും അങ്ങനെ നമ്മൾ ജസ്റ്റ് റെഡി ആവാനുള്ള സംഭവങ്ങളൊക്കെ തന്നെ. പിന്നെ രാഹുലിൻ്റെ എടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ അത് പിന്നെ അവനെ ഇവിടെ വീട്ടിൽ നിന്നുള്ള വർക്ക് ആയതുകൊണ്ട് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് അവൻ അതിൻ്റെ ഇടയിൽ ചെയ്തോളും. സോ നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. എൻ്റെ ലഗേജ് ഇതിൽ ഒരു ദിവസത്തേക്കാണെങ്കിൽ ഇതിൽ ഫുൾ സാധനങ്ങളുണ്ട് കേട്ടോ. അതിൽ ഞാൻ ഫുൾ സാധനങ്ങൾ ഒറ്റ ബാഗിലാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡ്രസ്സും പിന്നെ എല്ലാ കാര്യങ്ങളും ഇതിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ളിലുണ്ട്. പിന്നെ സ്ട്രെയിറ്റ്നറും എല്ലാ കാര്യങ്ങളും ഇതിൽ വെച്ചിട്ടുണ്ട്. സോ സമയം 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇനി വേഗം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി വേഗം പോകണം. പിന്നെ വെള്ളമൊക്കെ എടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ നോക്കാം. അപ്പോൾ അതൊക്കെയാണ് എന്ത് വിശേഷങ്ങൾ. പിന്നെന്താ, എന്നെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ലാബിൽ വരെ വരും, എന്നെ പിക്ക് ചെയ്യാനും വരും. സോ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്കിനി വേഗം കാര്യം നോക്കാം.
സെറ്റ് വേണമെന്നാണ് ഇതെല്ലാവരും ഇങ്ങനെയാണ് കുറവായിട്ട്. Hello guys, welcome back to our channel. So fake friend. Hi guys. വീഡിയോ സ്റ്റാർട്ട് അതെന്ത് നോക്ക് നോക്ക് അത് ഓക്കെ സ്റ്റാർട്ട് തുടങ്ങിക്കോ. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. എന്താ നമ്മളിപ്പം സമയം 3 മണിയായപ്പോഴാണ് എൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി പരിപാടി എന്ന് വെച്ചിട്ട് വേഗം ചെലവഴിയും എൻ്റെ ഡ്രസ്സൊക്കെ മാറിയിട്ട് വേഗം പോകണം. ഞാൻ പറഞ്ഞല്ലോ രാവിലെ പറഞ്ഞല്ലോ എൻ്റെ അമ്മമ്മേൻ്റെ അവിടേക്ക് ഞാൻ പോകണം. അവിടെ എല്ലാവരും ഉണ്ട്, എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പം എന്താ ഞാനും കൂടി ഇനി എത്താനുള്ളൂ. സോ നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യട്ടെ, റെഡി ആവട്ടെ. പിന്നെ രാഹുലിൻ്റെ ഡ്യൂട്ടി 4 മണി വരെ വെച്ചാണുള്ളത്. അപ്പം ആ സമയം കൊണ്ട് എനിക്ക് വേഗം റെഡി ആയിട്ട് എല്ലാം സെറ്റാക്കി വെക്കാം. എന്നിട്ട് നമുക്ക് വേഗം ഇറങ്ങണം. സോ അതാണ് പരിപാടി. അപ്പോൾ നമുക്ക് വേഗം നോക്കാം. ജസ്റ്റ് ഒരു ജീൻസും അതുപോലെ തന്നെ ഒരു ക്രോപ്പ് ടോപ്പാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് വേഗം നോക്കാം. പിന്നെ എൻ്റെ ഫേസ് എനിക്കൊന്ന് വാഷ് ചെയ്യണം. ഫുൾ ടയേർഡായിട്ടാണ് ഉള്ളത് ഫേസ് കാണാൻ. അപ്പം നമ്മളിത് ഇനി എന്താ ഞാൻ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് മുടി ഞാൻ കുളിച്ചത് കൊണ്ട് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ അത് ഇനി ഉണങ്ങണം. പിന്നെ നമ്മളിനി പോവാണ്. സോ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോകാൻ നോക്കാം. നമ്മളിങ്ങനെ വണ്ടിയിലെത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? അപ്പം നമ്മൾ കാറിലൊക്കെ കയറി അപ്പം നമ്മൾ ഇനി പോവാണ്. ഇപ്പം സമയത്ത് നമ്മൾ 4:15 ഇറങ്ങണം എന്ന് പറഞ്ഞതാണ്. 4:30. ശരിക്കും നമ്മൾ എപ്പോഴും പോകുമ്പോൾ 3 മണി 3:30 ആകുമ്പോൾ പോകുന്നതാണ്. പക്ഷെ ഇന്ന് നമുക്ക് സമയം കിട്ടിയില്ല ഗൈസ്. ഇവരുടെ ഷിഫ്റ്റൊക്കെ ടൈമൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പം 4:15 ആയിട്ടുള്ളതാണ് ഇറങ്ങി. അല്ലെങ്കിൽ നമ്മൾ 3:30 ഇറങ്ങുമ്പോൾ നേരെ 7 മണിക്ക് എത്തല്. 7 മണിക്ക് ആകുമ്പോഴല്ലേ എത്തല്? പിന്നെ എത്ര മണിക്ക് എത്തും നമ്മള്? ഇവിടെ ഇല്ല, നമ്മൾ വടകര എത്തണ്ട. അപ്പൊ എന്തായാലും ഒരു 8 മണിയാവും. 8 o'clock. അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഇതിനിടെ നമുക്ക് ചായ കുടിക്കാനൊക്കെ ഇറങ്ങണം. ഭയങ്കര വിശക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതാണ് ലാബിൽ നിന്ന്. പക്ഷേ അങ്ങനെയൊക്കെയാണ്. ഇനി നമ്മൾ കുറച്ചു നേരമല്ല, ഇനി നമ്മൾ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് പോകാൻ പോവാണ് അല്ലേ. പിന്നെ അവിടെ എല്ലാവരും ഉണ്ടാവും. ഞാൻ ഓൾറെഡി പറഞ്ഞ എല്ലാവരും ഉണ്ടാവും. നല്ല രസമാണ്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം നമുക്കിനി അടുത്തേക്ക് കാണാം. മുടി കുളിച്ചുകൊണ്ട് ഒരുമാതിരി കിടക്കുന്നുണ്ട് അല്ലേ.
അങ്ങനെ നമ്മൾ പാട്ടൊക്കെ കേട്ട് അതിനോട് പാട്ടൊക്കെ പാടി ജസ്റ്റ് ചുമ്മാ വൈബൊക്കെ ചെയ്തിട്ട് നമ്മളിങ്ങനെ പോകാറപ്പോഴും അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ചായ കുടിക്കുന്നൊരു സ്ഥലമുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകുന്നത്. നമുക്ക് രണ്ടുപേർക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. സോ ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന ആ ഒരു ബേക്കറി, അതുപോലെ തന്നെ നമുക്കിങ്ങനെ ചായയും എല്ലാം കിട്ടുന്നൊരു ടൈപ്പ് ഓഫ് സ്ഥലത്തേക്കാണ് പോകുന്നത്. സോ അവിടേക്ക് പോയിട്ട് ഇനി നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണം. പ്രായം കുറഞ്ഞ പോലെ അല്ലേ? സുന്ദരനായ ചെറുപ്പക്കാരൻ ചെയ്തിട്ടോ മുടി വളർത്തിയതാണോ എന്തൊക്കെ ചെയ്തിട്ടോ മനസ്സിലായോ ചേച്ചിക്ക്? മനസ്സിലായോ? ഇവനുണ്ടാക്കിയതാ? ഇവന്റെതാ? ഇവന്റെ സ്റ്റിക്കർ പോലെ വരുന്നതാണോ നല്ലത് ഓട്ടോ പിടിച്ചിട്ട് വരുന്നതാണോ? എന്നാ പിടിക്കാൻ പറ്റുക? കാര്യം പറയുന്നത് ഇത്